ലോക എയ്ഡ്സ് ദിനം. HIV എയ്ഡ്സ് മഹാമാരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. എയ്ഡ്സ് പകരുന്ന വഴികൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് രാജ്യാന്തര തലത്തിൽ അവബോധം വളർത്തുക, രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുക, എയ്ഡ്സിനെതിരായ പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള UN എയ്ഡ്സ് ആണ് ഈ ദിനാചരണത്തിൻ്റെ മുഖ്യ പ്രായോക്താക്കൾ. ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പശ്ചാത്തലം. ലോകാരോഗ്യ സംഘടനയിലെ ജെയിംസ് W. ബെന്നും തോമസ് നെട്ടറും ചേർന്ന് 1987 ലോക എയ്ഡ്സ് ദിനമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ എയ്ഡ്സ് വിഭാഗം മേധാവിയായിരുന്ന ജൊനാഥൻ മാൻ അത് അംഗീകരിക്കുകയും അങ്ങനെ 1988 ഡിസംബർ 1 ആദ്യത്തെ ലോക എയ്ഡ്സ് ദിനമാവുകയും ചെയ്തു. 1996 ആരംഭിച്ച UN എയ്ഡ്സ് ആണ് ലോക എയ്ഡ്സ് ദിന പ്രചാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എയ്ഡ്സ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. പൂജ്യത്തിലേക്ക് എന്നതായിരുന്നു 2011 മുതൽ 2015 വരെ ലോക എയ്ഡ്സ് ദിനാചരണ വിഷയമായി UN എയ്ഡ്സ് തിരഞ്ഞെടുത്ത പ്രമേയം. എയ്ഡ്സ് മരണങ്ങൾ ഇല്ലാത്ത, പുതിയ രോഗബാധിതർ ഉണ്ടാവാത്ത, രോഗത്തിൻ്റെ പേരിൽ വിവേചനങ്ങൾ ഇല്ലാത്ത ഒരു നല്ല നാളെയെ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പൂജ്യത്തിലേക്ക് എന്നതിൻ്റെ ലക്ഷ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിലവിലുള്ള 8 പൊതുജന ആരോഗ്യ യജ്ഞങ്ങളിൽ ഒന്നാണ് എയ്ഡ്സ് ദിനാചരണം. ആഗോളതലത്തിൽ 2021 14.6 ലക്ഷം ആളുകൾക്ക് പുതിയ HIV ബാധ സ്ഥിരീകരിച്ചിരുന്നു. 13 ലക്ഷം മുതിർന്നവരും 15 വയസ്സിന് താഴെയുള്ള 1.6 ലക്ഷം കുട്ടികളും. അതേ വർഷം 6.5 ലക്ഷം HIV രോഗികൾ മരിക്കുകയുണ്ടായി. 2021 കണക്കനുസരിച്ച് ഏകദേശം 3.84 കോടി ആളുകൾ HIV ബാധിതരായി ഉണ്ടായിരുന്നു. അവരിൽ 54% സ്ത്രീകളും പെൺകുട്ടികളുമാണ്. രോഗബാധിതരിൽ ഭൂരിഭാഗവും മോശം ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. റെഡ് റിബണിൻ്റെ വിജയം. ഇന്ത്യയിൽ HIV അഥവാ എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ സർക്കാർ 2010 പുതിയ HIV അണുബാധകളും എയ്ഡ്സ് സംബന്ധമായ മരണങ്ങളും 80% കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ എയ്ഡ്സ് നിയന്ത്രണ പരിപാടിക്ക് രൂപം നൽകി. അതിൻ്റെ ഫലമായി എയ്ഡ്സുമായി ബന്ധപ്പെട്ട മരണനിരക്കിൽ രാജ്യത്ത് 82% കുറവുണ്ടായി. എന്നാൽ പുതിയ HIV ബാധിതരുടെ വാർഷിക എണ്ണത്തിൽ 48% കുറവ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ആഗോളതലത്തിൽ 2010 21 ലക്ഷം പേർക്കാണ് ഈ രോഗം ബാധിച്ചതെങ്കിൽ 2023 അത് 13 ലക്ഷമായി കുറഞ്ഞു. 13 വർഷം കൊണ്ട് എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ 39% കുറവെന്ന് അർത്ഥം. 2030 ആഗോളതലത്തിൽ പുതിയ HIV അണുബാധയിലും എയ്ഡ്സ് സംബന്ധമായ മരണങ്ങളിലും നിലവിലുള്ളതിനേക്കാൾ ഏകദേശം 90% കുറവുണ്ടാകണമെന്നാണ് UN എയ്ഡ്സ് ലക്ഷ്യമിടുന്നത്.